1000 രൂപ കൊണ്ട് നമ്മുടെ ഈ ഒരു ഹോൾസെയിൽ ലൂസ് ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളുണ്ട്. വെറും 1000 രൂപ കൊണ്ട് അവർ അതിൽ നിന്ന് നല്ല രീതിയിൽ അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്താ പറയുമ്പോ 1000 രൂപയാണോ 10,000 രൂപയാണോ നിങ്ങൾ ഇറക്കുന്നത് ആദ്യം എന്നുള്ളതിനല്ല, നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ശുഷ്കാന്തി, അതായത് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ ഒരു ബിസിനസ് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. അല്ലാതെ നിങ്ങളിപ്പോ 1000 രൂപയ്ക്ക് തുടങ്ങിക്കോട്ടെ 10,000 രൂപയ്ക്ക് തുടങ്ങിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ യാതൊരുവിധ അതിലൊരു ഉത്സാഹവും കാണിക്കാതെയാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊന്നും നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടല്ലോ, വെറും 1000 രൂപ കൊണ്ട് ഇപ്പൊ കൊല്ലം സൈഡിലൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് കൊല്ലത്തുനിന്ന് ഒരു മാഡം നമുക്ക് റിപ്ലൈ കമന്റ് ആയിട്ട് തന്നിരുന്ന ഒരു കാര്യമാണ്. കൊല്ലത്തുനിന്നാണ് ആ മാഡം ബിസിനസ് തുടങ്ങിയേക്കണത്. ഒരു 1000 രൂപ കൊണ്ട് ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയതാ. പക്ഷെ 1000-ന് തുടങ്ങി ആ 1000 കൊണ്ട് എന്റെ പുള്ളിക്കാരത്തി 2-3 വട്ടം 1000 രൂപയ്ക്ക് തന്നെ ഹോൾസെയിൽ കടയിൽ നിന്ന് തേയില വാങ്ങിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയത് വെറും 1000 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പോണേ എന്നുള്ളൊരു ധാരണ, ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ മനസ്സിൽ നമ്മുടെ കയറി കിടപ്പുണ്ട്. പല ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു ധാരണയുണ്ട്, ഞാൻ ഇത്രയും രൂപ മുടക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ബിസിനസ് സക്സസ്ഫുള്ളി ആയിട്ട് എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. എന്നാൽ അത് വെറും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 1000 രൂപ കൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വെറും 1000 രൂപയ്ക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഹോൾസെയിൽ ലൂസ് തേയില എന്ന് പറയുമ്പോഴത്തേക്കും 5 കിലോ തേയില ഒരു മിനിമം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 5 കിലോ തേയില നമുക്ക് വേണ്ടി വരും. അപ്പൊ ഈ ഒരു 5 കിലോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു 200 രൂപ, ശരാശരി ഒരു കിലോയിലേക്ക് 200 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് 5 കിലോ. കാരണം കണ്ണൻദേവൻ പോലുള്ള ഹോൾസെയിൽ കടകളിൽ നമ്മൾ കണ്ണൻദേവന്റെ പോലത്തെ ബ്രാൻഡുകളൊക്കെയാണ് ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ ഒരു 185, 190 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 950 രൂപ ഈ ഒരു റേറ്റിലാണ് നമുക്ക് തേയില കിട്ടുന്നത്. അതാണ് മാക്സിമം നമ്മളൊരു 1000 രൂപയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. മയൂരയുടെ തേയില സ്റ്റാർട്ട് എടുത്താൽ പോലും നമുക്കൊരു 950 രൂപയ്ക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് 5 കിലോ. അപ്പൊ നിങ്ങളൊരു ഹോൾസെയിൽ കടയിലൊക്കെ ചെന്നിട്ട് 5 കിലോ എടുത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും 5 കിലോയിൽ തുടങ്ങി അത് പിന്നെ 10 കിലോ 15 കിലോ 20 കിലോ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ലാതെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഞാനൊരു 100 കിലോ തേയില എടുത്തു, ഇനി ഞാൻ ഓരോരോ കടകളിൽ തുടങ്ങിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുകയാണെന്ന് വിചാരിച്ചാലോ, അങ്ങനെ വിചാരിക്കുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ തുടങ്ങിയതും ഇതുപോലെ തന്നെയാണ്. കാരണം ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങുന്നവരാണ് എപ്പോഴും അവർ വലിയ രീതിയിലേക്ക് വരുന്നത്. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുത്താൽ പോകാത്ത പൈസ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കടം വരും. നമ്മൾ കുറെ ക്രെഡിറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ക്രെഡിറ്റിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. അത് ഈ ഒരു ഹോൾസെയിൽ ലൂസ് ബിസിനസ് മാത്രമല്ല, ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ സംഭവം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു കർക്കിടക മാസമാണ്. അപ്പൊ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും തുടങ്ങാനായിട്ട് പറ്റിയ ഒരു മാസമല്ല ഈ കർക്കിടകം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു കർക്കിടകത്തിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബിസിനസ് സാധാരണ ആളുകൾ ഓണത്തിന്റെ സമയത്താണ്, ചിങ്ങമാസത്തിലേക്കാണ് ലൂസ് തേയില ബിസിനസ് തുടങ്ങുന്നതായിട്ട് കാണുന്നത്. നല്ല ഐശ്വര്യമുള്ള ഒരു മാസം തന്നെയാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ആ ഒരു മാസത്തിലാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ശാശ്വതമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഏണിങ്സ് നമുക്കായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമുക്കൊരു കമന്റിൽ നമ്മളോട് വന്നാണ് മാസം എത്ര രൂപ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന്. ഇത് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ടാണ്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കില്ല മറ്റൊരാൾ ഇതിനകത്തേക്ക്. എന്റെ അതേ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല മറ്റൊരു പുള്ളി വിൽക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു 50 കിലോ വിറ്റേച്ച് ഞാൻ ഓർക്കണം ഇന്ന് എനിക്കിത് വേണ്ട, എനിക്കിത് കഴിയത്തില്ല, ഇന്ന് അടുത്ത ദിവസം അങ്ങനെ നോക്കാം, അത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹം വിചാരിക്കുകയാണ് 50 കിലോ ഇട്ടിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ് ഈ 50 കിലോ ഒന്നും എനിക്ക് പോരാ, എനിക്കൊരു ടാർഗറ്റ് 500 കിലോയിൽ ഞാൻ വിൽക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിക്കും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. എന്താണെന്നറിയാമോ, ഞാൻ ചിലപ്പോ ഒരു പക്ഷെ 100 കിലോ വിറ്റിട്ട് ഞാൻ എന്റെ പാറ്റം നോക്കി ഞാൻ വീട്ടിൽ പോകും. പക്ഷെ അദ്ദേഹം ചിലപ്പോൾ ആ ഒരു 100 കിലോ വിറ്റ് അവിടെ മതിയാക്കുകയായിരിക്കില്ല. അദ്ദേഹം 500 കിലോ ഒക്കെയുള്ള ടാർഗറ്റിലായിരിക്കും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു മാസത്തിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ വിൽപ്പനയും ആർക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് കിട്ടുള്ളൂ. കാരണം എന്താ, അദ്ദേഹമാണ് കൂടുതൽ സെയിൽ നടത്തുന്നത്. അദ്ദേഹം എല്ലാ മാസവും അങ്ങനെ വിചാരിക്കുന്ന കാരണം ഞാനൊരു 10,000 രൂപയായിരിക്കും, പക്ഷെ അദ്ദേഹം ചിലപ്പോൾ 30,000 അല്ലെങ്കിൽ 40,000 രൂപയായിരിക്കും അദ്ദേഹം ഉണ്ടാക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളോട് തന്ന ആ ഒരു കമന്റിന്
ഞാൻ റിപ്ലൈ കൊടുത്തത് കാര്യം വെച്ചാൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചുള്ള അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് 10 കിലോ തേയില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ആരെങ്കിലും വരുമ്പോ ചോദിക്കട്ടെ എന്നിട്ട് ഞാനിത് കൊടുക്കാം, അല്ലാതെ ഇത് വിൽപ്പന നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ആരും മേടിക്കത്തില്ല, ആരും വരത്തില്ല. അഥവാ വന്നിട്ട് വെറുതെ ഒന്ന് വേണമെങ്കിൽ വില ചോദിക്കും. എന്താ എത്ര രൂപ കിലോക്ക്? ഇതാണല്ല. അപ്പൊ ഉടനെ പുള്ളിക്കാരൻ അല്ല ചോദിച്ചത് വേണ്ട അല്ലെ, അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ നമ്മുടെ സാധനം, നമ്മുടെ മുതല് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വിൽപ്പന നടത്താൻ. കാരണം എങ്കിലേ നമുക്ക് നാളെയും സെയില് നടക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മളൊരു സെയിൽ നടത്താനായിട്ട്. അല്ലാതെ വെറുതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറെ തേയില എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ കയ്യും കെട്ടിയിട്ട് വിൽക്കുമ്പോ വിൽക്കാം, ആരെങ്കിലും വന്ന് ചോദിക്കട്ടെ അന്നേരം ഞാൻ കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ആരും വന്ന് മേടിക്കത്തില്ല നമ്മുടെ തേയില. ലൂസ് തേയില ബിസിനസ്സിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ തേയിലയുടെ ബിസിനസ് ആയത് കാരണം ഞാൻ തേയില ബിസിനസ്സിലേക്ക് ഉള്ള കാര്യം മാത്രം നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് പറയുന്നത് തേയില ബിസിനസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർക്കിടക മാസവും അതോടൊപ്പം കന്നി മാസവും ഭയങ്കര മോശമായിട്ടുള്ള മാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സെയിൽ വളരെയധികം നടക്കാത്ത, വളരെ സെയിൽ കുറവുള്ള ഒരു സമയമാണ് ഈ ഒരു മാസം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് മാറി വരുന്ന ആ ഒരു സാഹചര്യം, ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ചിങ്ങം ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ്, ചിങ്ങം പറഞ്ഞ ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെയിലിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കർക്കിടകത്തില് പുതിയതായിട്ട് ഈ ഒരു ബിസിനസ്, കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി കാലെടുത്ത് വെച്ച് ബിസിനസ് തുടങ്ങിയേക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലല്ല, അവരോർക്കും ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസമായി, അപ്പോഴത്തേക്കും വളരെ മോശം, ചോദിക്കുന്നവരെല്ലാം എനിക്ക് തേയില വേണ്ട എന്നാ പറയുന്നത്. അപ്പൊ ഈ തേയില ബിസിനസ് സത്യത്തിൽ ഇത് കൊണ്ട് യാതൊരു രക്ഷയില്ലേ, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്ത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു സംശയമാണ് ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർക്കിടക മാസത്തിലുള്ള പൊതുവെയുള്ള, കാരണം ജൂൺ മാസം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ജൂൺ ഒരു ആദ്യത്തെ ദിവസം, 1-ാം തീയതി തൊട്ട് ഒരു 15 ദിവസം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മേഖലയിൽ നിലവിൽ സജീവമായിട്ട് രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ, കൊട, ബുക്ക്, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ആളുകൾ പൈസ ചെലവാക്കുന്ന സമയം. അപ്പൊ പലചരക്ക് കടകളിൽ ചെന്നിട്ട് പോലും പറ്റി തീർക്കാൻ പോലും ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ 1 മാസത്തെ പൈസ ഒക്കെ ക്രെഡിറ്റ് ആയിരിക്കും കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ആയിരിക്കും അവരടുത്ത് കാണിക്കുക. കാരണം വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ആ ഒരു പൈസ മുഴുവൻ ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ആളുകൾ വിനിയോഗിക്കുന്ന കാരണം പലചരക്ക് കടകളിൽ പൊതുവെ കച്ചവടം കാര്യങ്ങളൊക്കെ കുറയും. അപ്പൊ നമ്മളോടുള്ള നമ്മുടെ ബിസിനസിന്റെ അകത്ത് ഒരു കുറച്ചിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജൂൺ മാസത്തിൽ ഒരു ചെറിയ ആദ്യത്തെ 15 ദിവസം ഒരു ഡിം, അതായത് നിങ്ങൾ 5 തേയില കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇരിപ്പുണ്ട്, മടുപ്പാണെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലവരും ഇപ്പൊ ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് കർക്കിടകത്തിന് മുമ്പ് ഈ ബിസിനസ് തുടങ്ങിയതാണ്. അപ്പൊ അത് തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് കർക്കിടകം പറയുന്നത്. ഉടനെ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ സെയിലില്ല, ഭയങ്കര മോശമാണ്, ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ ഇത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ലത്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരുവിധ കാര്യമില്ല. കാരണം ഇതിനകത്ത് തുടങ്ങി നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്, കറക്റ്റ് ആയിട്ടാണ്. നിങ്ങൾ ഒരു 5 കിലോ എടുത്ത് വിൽപ്പന നടത്തിയാലും നിങ്ങൾ പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ കൂടെ തന്നെയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ഈ ഒരു മാസം, പഞ്ഞമാസം, കർക്കിടകത്തിന്റെ ആ ഒരു മാസം. അപ്പൊ പണ്ട് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും കടക്കാരോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കടക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ചേട്ടാ മടുപ്പാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കർക്കിടകം കയറി കളിക്കണതാ എന്ന്. അവര് നമ്മളോട് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭാഷണ രീതിയാണ്. ഇത് കർക്കിടകം കയറി കളിക്കുന്ന, അല്ലെങ്കിൽ ചിങ്ങം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ചിങ്ങമാസത്തിൽ ഒരു എല്ലാം കൂടെ എടുത്തിട്ട് ഒരു മൊത്തത്തിലൊരു, അപ്പൊ ഈ ഒരു എല്ലാ ആൾക്കാരും കൂടെ വന്ന് സാധനം ഇരിപ്പുണ്ടെങ്കിൽ നമ്മളോട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് അമിതമായിട്ടൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കാര്യം. അതായത് കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ അമിതമായിട്ടുള്ള സ്റ്റോക്ക് എടുത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഓർക്കും ഇതിന് മാത്രം നമ്മുടെ ഇത് സെയിൽ, കാരണം 100 കിലോ ഒക്കെയാണ് ഒറ്റയടിക്ക് എടുത്തു വെക്കണത്, കടക്കാരൊക്കെ എടുത്തു വെക്കണത്. അതേപോലെ തന്നെ ചിങ്ങത്തിലും കുറെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് ഈ ഒരു മടുപ്പ് തന്നെ പറയുമ്പോൾ ചിങ്ങം കഴിഞ്ഞ് കന്നിമാസം ആകുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും കൂടെ കടയിൽ വിറ്റുപോയതും കഴിഞ്ഞ് പിന്നെ അമിതമായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ ക്ഷീണം ഏത് മാസത്തിലാണ് വരുന്നത്? കന്നിമാസം ആകുമ്പോഴത്തേക്കും അതിന്റെ ക്ഷീണം കാണാൻ തുടങ്ങും. അപ്പൊ ആളുകൾക്ക് പൊതുവെ ഉള്ളത് പറഞ്ഞില്ല, കന്നിമാസത്തിലൊന്നും ഒരു കച്ചവടം ഇല്ല. പക്ഷെ ശരിയാണ് സംഭവം, കച്ചവടം ഇല്ല. കാരണം എല്ലാം കൂടെ ചിങ്ങത്തിൽ വന്നു. അപ്പൊ പൊതുവെ കടക്കാരോട് ചോദിക്കുമ്പോൾ കടക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യത്തിൽ ഈ ഓണവും തിരുവോണവും വരാണ്ടിരിക്കാൻ നല്ലത്. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ ചേട്ടാ കാര്യം? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സാധാരണ കച്ചവടമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ഇതുപോലുള്ള ഒരു ഫീസ്റ്റ് ദിവസം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര മടുപ്പാണെന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ
കമ്പിത്തിരിയൊക്കെ കത്തി അണയാൻ പോണതിന് മുമ്പായിട്ടുള്ള ആളിക്കത്തൽ പോലെ മൊത്തത്തിലൊരു കത്തലാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അനക്കമില്ല ഒന്നുമില്ല എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു 2 മാസമാണ് നേരത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്തേക്ക് കാലെടുത്ത് വെച്ച് ഈ ഒരു ബിസിനസ് തുടങ്ങിയേക്കുന്ന വ്യക്തികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മടുപ്പുള്ള ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങിയേക്കുന്ന വ്യക്തികൾ നിങ്ങളും ഒരിക്കലും ഓർക്ക് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല, വേറെ എന്തെങ്കിലും മാർഗം നോക്കണമായിരിക്കും നല്ലതെന്ന് നിങ്ങൾ ഓർക്കരുത്. ഇതിങ്ങനെ പൊതുവേ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇത് പല ആളുകളും നമ്മളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇതിലൂടെ തന്നെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ചിങ്ങമാസം ആവും. അപ്പൊ അത് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് അതിലൂടെ സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ലൂസൈലിന്റെ ബിസിനസ് തുടങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഹോൾസെയിൽ കടയിൽ നിന്നും നിങ്ങൾക്ക് 5 കിലോ മേടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, ഗ്രേഡ് ചോദിക്കുക, ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കുക, അതോടൊപ്പം തന്നെ വിലയും കാര്യങ്ങളും ചോദിക്കുക. നിങ്ങളൊരു 5 കിലോ ഇപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും യുവതിയുവാക്കളും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ഹോൾസെയിൽ കടയിൽ ചെന്ന് നിങ്ങൾ ലൂസായിട്ട് എടുത്ത് വിൽപ്പന നടത്താനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഹോൾസെയിൽ ഷോപ്പിൽ നിങ്ങൾ അവര് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേയിലയല്ല നിങ്ങൾ നോക്കേണ്ടത്. പകരം നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് CTC ഡെസ്റ്റ് ടീ ഇന്ന ബ്രാൻഡിലുള്ള തേയില ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ കണ്ണൻദേവന്റെ ഒരുപാട് ബ്രാൻഡുകൾ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ക്വാളിറ്റി കിട്ടുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവിടെ ചെന്ന് ചോദിക്കുക ഇന്ന ബ്രാൻഡിലുള്ള തേയില ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡിലേക്കൊന്നും തുടക്കക്കാരായ നിങ്ങൾ കടന്നു വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നല്ലൊരു ബ്രാൻഡ് എടുത്തു വെച്ചിട്ട് വീട്ടിൽ ആ ഒരു ഫുൾ ബോക്സ് മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് ഈ ഒരു ബിസിനസ് മേഖല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് വലിയ രീതിയിൽ നിങ്ങൾ തുടങ്ങാനായിട്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾ തുടങ്ങിയാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മാറി മാറി വലിയ രീതിയിലേക്ക് വലിയ ഹൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കർക്കിടക മാസത്തിലുള്ള ഈ ഒരു പ്രശ്നം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പോരാത്തിന് നല്ല മഴയുള്ള ഒരു സാഹചര്യമാണ്. തേയില ഈർപ്പം ഒന്നും സംഭവിക്കാതെ പരമാവധി നിങ്ങൾ തേയില സൂക്ഷിക്കാനായിട്ട് നോക്കുക. കാരണം ക്വാളിറ്റിയിലും നമ്മൾ ചിലപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തേയിലേക്ക് ആയിരിക്കും എടുക്കുന്നത്. കാളന്തേവൻ എടുക്കുന്നവരുണ്ടാവും, സൂര്യനെല്ലി എടുക്കുന്നവരുണ്ടാവും, ടൈഫോയിഡ് എടുക്കുന്നവരുണ്ടാവും, ഉരുളിക്കൽ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകളൊക്കെ എടുത്തിട്ട് വിൽപ്പന നടത്തുന്നവരായിരിക്കും. പക്ഷെ മഴയുടെ ഈ ഒരു സമയത്ത് നമ്മൾ അലക്ഷ്യമായിട്ടൊക്കെ ഈ തേയില കൈകാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു 10 കിലോന് 5 കിലോ തേയില കൊടുത്തിട്ട് ബാക്കി 5 കിലോ നമ്മൾ കറക്റ്റ് ആയിട്ട് എയർ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാതെയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം അടിക്കും. അപ്പൊ ആ 5 കിലോ അടുത്തൊരു കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവര് തേയിലയിൽ കംപ്ലൈന്റ് പറയും. അപ്പൊ നമ്മൾ ഓർക്കും നമ്മൾ എടുത്ത ബ്രാൻഡിന്റെ കംപ്ലൈന്റ് ആണെന്നുള്ളത്. അല്ല, ഈ ഒരു ഈർപ്പത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ആ തേയില അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നല്ല മഴയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പൊതുവെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് സംഭവിച്ചത്. കാരണം വെച്ചാൽ ബോക്സിനകത്ത് അത് തേയിലയുടെ അകത്തേക്കൊന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. നല്ല വാക്വം ചെയ്തു വന്ന ഫുൾ ബോക്സ് ആണ്. പക്ഷെ അതിന്റെ കാർട്ടൺ ബോക്സിനകത്ത് നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ നമ്മൾ അത്തിക്കുന്നയുടെ ഒരു ബോക്സ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഭിത്തിനോട് ചേർത്ത് വെച്ചിട്ട് ഡാമേജ് ആയത്, അതായത് ഔട്ടർ, ആ ബോക്സിന്റെ ഔട്ടർ കംപ്ലൈന്റ് ആയ ഒരു കാര്യം നമ്മളൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തേയിലയുടെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷെ ബോക്സ് കംപ്ലൈന്റ് ആകുമ്പോൾ തന്നെ കടക്കാർ നമ്മളോട് പറയും, ഇത് വേണ്ട, ഇത് ചിലപ്പോൾ വെള്ളം അകത്തോട്ട് കയറി. ആ ഒരു അവരത്രയും കാശ് കൊടുത്ത് മേടിക്കുന്നതുകൊണ്ട് അവരോട് നമുക്കൊന്നും പറയാനായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഇനി എങ്ങാനും അവരുടെ മനസ്സിൽ അവരത് പൊട്ടിച്ച് നമ്മളോട് എടുത്തിട്ട് അത് പൊട്ടിച്ച് അവർ പാക്ക് ചെയ്ത് കൊടുത്താലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നലായിരിക്കും കംപ്ലൈന്റ് ആണ് എന്നുള്ളത്. അപ്പൊ അതുണ്ടാവാതിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ആയ സാധിക്കുന്നത് എന്താ? കൊണ്ടുവന്ന് വേഗം ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി ഒന്നിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ 5 കിലോയുടെ പാക്കറ്റുകളാക്കി മാറ്റുക. അപ്പൊ നമ്മള് ലൂസ് ആയിട്ടുള്ള പാക്കറ്റ് പരിപാടി ഇല്ല. നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് വലിയ 100 കിലോയോ 150 കിലോ ഒക്കെ ആയിട്ട് ഓർഡർ അനുസരിച്ച്, അതായത് 3-4 പെട്ടിയൊക്കെ നമുക്ക് ഒന്നിച്ചുള്ള ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ബോക്സ് ഒക്കെ എടുത്ത് വിൽപ്പന ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്ന് ഇപ്പൊ ഒരു SRD 40 കിലോയുടെ ബോക്സ് ആണെങ്കിൽ 8 പാക്കറ്റ് 5 കിലോയുടെ ആക്കി മാറ്റേണ്ട ആ ഒരു സാഹചര്യം വരും. ഈ ഒരു കാർട്ടൺ ബോക്സ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പരമാവധി ഈ ഒരു മഴ സാഹചര്യത്തിൽ തേയില നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി നല്ലൊരു വിശേഷവുമായി വീണ്ടും കാണാം.